അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ വോയിസ് പൂർണ്ണമായി കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും വിവരങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക. എല്ലാവരും നല്ലത് അറിയട്ടെ, പഠിക്കട്ടെ, പ്രാവർത്തികമാക്കട്ടെ. ഞാൻ ഓരോരോ സൂറത്തുകൾ വഴിക്ക് വഴി അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ കൂലികൾ, അത് ഓതിയാലുള്ള നേട്ടങ്ങൾ എന്നെല്ലാം വളരെ ചുരുങ്ങിയ രൂപത്തിൽ, ഓരോ സൂറത്തിൻ്റെയും ഫുള്ളല്ല, ഒരു ആയത്തിൻ്റെ ചെറിയ ഒരു വാക്കിൻ്റെ ഒരു അർത്ഥം മാത്രം, അതിൻ്റെ ഗുണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എല്ലാവരും കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. നമ്മുടെ ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടണം. ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടിട്ട് നമുക്ക് ഒരു കാര്യമില്ല. ദുനിയാവ് രക്ഷപ്പെടുന്നതോടുകൂടി ആഖിറം രക്ഷപ്പെടണം, ആഖിറം രക്ഷപ്പെടുന്നതോടുകൂടി ദുനിയാവും രക്ഷപ്പെടണം. ദുനിയാവിൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക്, ആണിനും പെണ്ണിനും, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ അതല്ലാത്ത രീതിയിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ നടക്കുന്ന ആളുകൾക്കും അള്ളാഹു ഒരു ശിക്ഷയായിട്ട് പരീക്ഷണങ്ങൾ കൊടുക്കുന്നതുമുണ്ട്, അത് അനുഭവിക്കുന്നവരുണ്ട്. ഏതായാലും രണ്ട് പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഞാനിന്ന് പറയുന്നത് സൂറത്തു തകാസുർ, അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന സൂറത്തിൻ്റെ അൽഹാക്കുമുത് തകാസുർ എന്ന് മാത്രം, അതിൻ്റെ അർത്ഥം മുഴുവനായി പറയുന്നില്ല, 100-ൽ 1%. അൽഹാക്കുമുത് തകാസുർ എന്ന് പറഞ്ഞാൽ, അൽഹാക്ക് എന്ന് പറഞ്ഞാൽ അവനെ ജോലിയിലാക്കി. എന്താണ് അവരെ ജോലിയിലാക്കിയത്? തകാസുർ, അവനെ പെരുമ നടിക്കൽ, പൊങ്ങച്ചം നടിക്കുക, അഹങ്കാരം കാട്ടുക. അവനെക്കുറിച്ചും അവൻ്റെ മക്കളെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെക്കുറിച്ചും അവനിൽ നിന്ന് മരണപ്പെട്ടു പോയവരെക്കുറിച്ചും അവൻ്റെ ജോലിയെക്കുറിച്ചും അവൻ്റെ സമ്പത്തിനെക്കുറിച്ചും അവൻ്റെ വാഹനങ്ങളെക്കുറിച്ചും അവൻ്റെ വീടിനെക്കുറിച്ചും മക്കളുടെ ജോലിയെക്കുറിച്ചും എല്ലാത്തിനും അവനിങ്ങനെ അതിനെക്കുറിച്ച് പൊങ്ങച്ചം പറയുക. പൊങ്ങച്ചം പറയുക എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക. ഞാൻ അത്ര സ്വത്തുള്ള ആളാണ്, ഞാൻ ഇത്ര വാഹനമുള്ള ആളാണ്, എനിക്ക് ആ കഴിവുണ്ട്, ഈ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുക. അതിനാണ് പൊങ്ങച്ചം പറയുക, പെരുമ നടിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന ആൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല അവന് മനസ്സിലാക്കേണ്ട എന്താന്ന്, ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അവൻ്റെ എല്ലാ കാര്യവും, മറ്റുള്ള കാര്യങ്ങൾ അവനക്ക് തടസ്സമാകും. മറ്റുള്ള കാര്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ഇബാദത്തുകൾ, ആത്മീയമായ ഇബാദത്തുകൾ, അള്ളാഹുവും റസൂലിനും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ ഒരുപാട് ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകൾ ചൊല്ലാനോ ചെയ്യാനോ പറയാനോ കൊടുക്കാനോ വാങ്ങാനോ അങ്ങനെയുള്ള ആത്മീയമായി അള്ളാഹുവുമായി റസൂലുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ അവനക്ക് സാധിക്കില്ല. അതൊക്കെ തടയപ്പെടും, തടഞ്ഞു നിർത്തും. നന്മകളൊക്കെ അവനക്ക് തടഞ്ഞു നിർത്തും. കാരണം എന്താ? അൽഹാക്കുമുത് തകാസുർ, അവൻ പെരുമ നടിക്കുന്ന, ആ പെരുമ നടിച്ച് മരണം വരെ അതിൽ ജോലിയായിരിക്കുന്നവനാണ് എന്നതുകൊണ്ട്. അവന് ഈ അഹങ്കരിക്കൽ, പെരുമ നടിക്കലൊക്കെ തിരിച്ചറിയൽ എപ്പോഴാണ്? അവന് ഖബറിലെത്തുമ്പോഴും, ഹത്താ സുർത്തുമുൽ മഖാബിർ, അവൻ്റെ ഖബർ അവൻ സന്ദർശിക്കുന്നത് വരെ അവനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ അഹങ്കരിക്കുന്നവരുണ്ടെങ്കിൽ, പൊങ്ങച്ചം നടിക്കുന്നവരുണ്ടെങ്കിൽ, അവനാൻ്റെ കാര്യങ്ങൾ കുത്തിപ്പറഞ്ഞ് ആളുകളുടെ ഇടയിൽ പൊങ്ങച്ചം കാണിക്കുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നിർത്തുക, എന്നിട്ട് ഇബാദത്തിൽ മുഴുകുക. ഇതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. ഇബാദത്തിൽ മുഴുകുക എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ ഇബാദത്ത് ചെയ്യണം എന്നല്ല. നമുക്ക് പറയപ്പെട്ട സമയങ്ങളുണ്ട്, ആ സമയത്ത് ചെയ്ത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റിത്തരട്ടെ. പ്രത്യേകമായി സാമ്പത്തിക പ്രതിസന്ധി മാറ്റിത്തരട്ടെ. രോഗങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.